ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് അഗസ്തസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസെഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ഒരു മതഗ്രന്ഥമാണ്, അതുകൊണ്ട് അതിൽ ചരിത്രമൊന്നുമില്ല എന്ന് കരുതുന്ന അനേക ആളുകളുണ്ട്. ഇന്ന് നാം വായിച്ച 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ ലോക ചരിത്രത്തിൽ പ്രസിദ്ധനായിരുന്ന ഒരു രാജാവിനെക്കുറിച്ചാണ് വായിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തെ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയ അഗസ്തസ് കൈസറെക്കുറിച്ചാണ് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഒക്ടേവിയൻ അഥവാ അഗുസ്തസ് സീസർ, അദ്ദേഹത്തെക്കുറിച്ച് ലോക ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളും തൻ്റെ പ്രജകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തതുമൊക്കെ ചരിത്രം നമ്മോട് പറയുന്നു. അതിൻ്റെ ഭാഗമായി താനൊരു സെൻസസ്, ജനസംഖ്യാ കണക്കെടുത്തു. ഒന്നിലധികം കണക്കെടുത്തു. അതിൽ 1-ാമത്തെ ജനസംഖ്യാ കണക്കിനെക്കുറിച്ചാണ് ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ലൂക്കോസ് പറയുന്നത്. ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും സത്യമാണ്. ആരുടെയോ മനസ്സിൽ തോന്നിയ കെട്ടുകഥകളല്ല, മറിച്ച് ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അഗസ്തസ് കൈസർ റോമൻ ചക്രവർത്തിയായിരുന്നു എന്ന് നാം കേട്ടു. അന്നത്തെ അറിയപ്പെടുന്ന ലോകം മുഴുവൻ ഭരിച്ചിരുന്നയാളാണ്. യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയുടെ ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. ലോകം മുഴുവൻ പേർവഴി ചാർത്തണം എന്ന കൽപ്പന കൊടുക്കുവാൻ തക്ക അധികാരം അഗസ്തസ് സീസറിനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഒരു രാജാവ് തന്നെയായിരുന്നു. ഈ രാജാവിനെ കൊണ്ട് ഈ പ്രത്യേക കാര്യം ദൈവം ചെയ്യിച്ചതാണ് എന്ന് ഈ ഭാഗം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു രാജാവായിരുന്ന ശലോമോൻ താൻ എഴുതിയ സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. അതിൻ്റെ 21-ാം അധ്യായം 1-ാമത്തെ വാക്യം, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളയിടത്തേക്കൊക്കെയും
അവൻ അതിനെ തിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എത്ര വലിയ രാജാവാണെങ്കിലും, ഏകാധിപതിയാണെങ്കിലും, ആരും പറയുന്നതനുസരിക്കാത്ത രാജാവാണെങ്കിലും, സ്വച്ഛാധിപതിയാണെങ്കിലും, ആ രാജാവിൻ്റെ ഹൃദയത്തിലെ തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് അഗസ്റ്റസ് കൈസർ ഈ പ്രത്യേക സമയത്ത് ഒരു സെൻസസ് എടുക്കുവാൻ തീരുമാനിച്ചത് യാദൃച്ഛികമല്ല, ദൈവം അയാളെ കൊണ്ട് ചെയ്യിച്ചത് തന്നെയാണ്. ദൈവം നമ്മെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ വിചാരങ്ങളെയും നിയന്ത്രിക്കുന്നു. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങളും പോളിസികളും ഒന്നും ആകസ്മികങ്ങളല്ല. ദൈവമാണ് ഈ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം അങ്ങനെ അനുവദിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ ഈ ഭൂമിയിലുള്ള ഏത് രാജ്യവുമായി കൊള്ളട്ടെ, ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ നിയമിക്കുന്നത് ദൈവമാണ്. 2-ാം വാക്യത്തിൽ കുറേന്യോസ് സൂര്യനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി എന്ന് വായിക്കുന്നു. സൂര്യനാടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ. ഇന്നത്തെ സിറിയയും അന്നത്തെ പലസ്തീനും, അത് ഇദൂമ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് രണ്ടും ഒരു ഗവർണറാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളുടെയും സെൻസസ് എടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ ഒരു രാജാവിനായിരുന്നു, അല്ലെങ്കിൽ ഗവർണർക്കായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലുമുള്ള എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് സ്വന്തം പട്ടണത്തിലേക്ക് യാത്രയായി. ഇന്ന് നാം സെൻസസ് എടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് ഓരോ വീട്ടിലുമുള്ള ആളുകളുടെ എണ്ണം എടുക്കുകയാണ്. എന്നാൽ അന്ന് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അവിടെ വേണം രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ ഓരോ ആളുകളും അവരുടെ പശ്ചാത്തലം എന്താണ്, അവർ ഏത് വർഗം, ഏത് ഗോത്രം, ഏത് തരം ആളുകൾ എന്നൊക്കെ അറിയുവാൻ അതിടയാക്കും. അതുകൊണ്ട് എല്ലാവരും അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ യോസഫും മറിയയും അവരുടെ സ്വന്തം നാടായ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജാവിൻ്റെ ഹൃദയം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. രാജാവ് ഒരു കൽപ്പന ഇറക്കിയാൽ അത് പിന്നെ മാറ്റാനും പറ്റുകയില്ല. അതുപോലെ തന്നെ മറിയയുടെയും യോസഫിൻ്റെയും ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്, അതും അവർക്ക് മാറ്റാൻ കഴിയുകയില്ല. മാറ്റാൻ പറ്റാത്ത കാര്യം ഇതാണ്, മറിയയുടെ പ്രസവ സമയം. അത് മാറ്റാൻ സാധിക്കില്ല. ജനസംഖ്യാ കണക്കെടുക്കുവാൻ വേണ്ടി പലസ്തീൻ്റെ വടക്കേ ഭാഗമായ ഗലീലയിൽ നിന്നും പലസ്തീൻ്റെ തെക്ക് ഭാഗത്തുള്ള ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തു പോകേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മറിയയും യോസഫും ആ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ മറിയ ഗർഭിണിയാണെന്നുള്ള കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഗർഭിണിയായ ഒരു സ്ത്രീയെയും കൊണ്ട് ദുർഘടം പിടിച്ച ഒരു ദൂരയാത്ര ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ യോസഫിന്. ഒരുപക്ഷെ ആ സമയത്ത് യോസഫും മറിയയും ദൈവത്തെ ചോദ്യം ചെയ്ത് കാണും, എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ കുഞ്ഞുണ്ടാകുവാനുള്ള സമയം അതും മനുഷ്യരല്ല നിയന്ത്രിച്ചത്, ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ജനിക്കുവാനുള്ള സമയവും രാജാവ് എടുത്ത ഈ വിചിത്രമായ തീരുമാനവും എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം എന്തുകൊണ്ട് യോസഫിനും മേരിക്കും ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു അവസരം ഉണ്ടാകുവാനിടയായി? ബുദ്ധിമുട്ടുള്ള അവസരം എന്ന് വച്ചാൽ ഗർഭിണിയായ മറിയയ്ക്ക് ദൂരയാത്ര ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ആ യാത്ര മാറ്റിവെക്കാൻ സാധിക്കില്ല. തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ സംശയത്തോടെ വീക്ഷിച്ചു കാണും. ഓർക്കണം, ഇവർ രണ്ടുപേരും ദൈവകൽപ്പന അനുസരിച്ചവരാണ്. വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഗർഭിണിയാകുക വഴി നേരിടാവുന്ന അപമാനങ്ങളൊക്കെ സഹിക്കാൻ മറിയ തയ്യാറായി. അവൾ ദൈവത്തെ അനുസരിച്ചതുകൊണ്ടാണ്. യോസെഫും അങ്ങനെ തന്നെയാണ്. തൻ്റേതല്ലാത്ത ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ യോസെഫ് തയ്യാറായി. കാരണം ദൈവം അവനോടത് പറഞ്ഞു. രണ്ടുപേരും അസാധാരണമായ വിശ്വാസവും അനുസരണവും ദൈവത്തിൻ്റെ കൽപ്പനയോട് കാണിച്ചവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിലാണ് ഇപ്പോഴിങ്ങനെയൊരു ദുസ്ഥിതി ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് യാത്ര ചെയ്യണം. പലപ്പോഴും
ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ നമ്മളും ദൈവത്തെ ചോദ്യം ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്നത്? എന്നാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഗലീലയിൽ താമസിച്ചിരുന്ന യോസഫോ മറിയോ ഒരിക്കലും ഒരാവശ്യത്തിനും ബേത്ലഹേമിലേക്ക് പോകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ അവരുടെ അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവരാരും യോസഫിനെ മറിയെ സഹായിച്ചില്ല. കാരണം അവർക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അതിനെ കിടത്താൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെയുള്ള യോസഫും മറിയയും ഒരിക്കലും ഒരു യാത്ര ചെയ്ത് ബേത്ലഹേമിൽ വരികയില്ല. എന്നാൽ ഈ കുഞ്ഞ് ജനിക്കുന്നത് ബേത്ലഹേമിലായിരിക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മീഖാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ഗലീലക്കാരായ മറിയയും യോസഫും ഗലീല നാട് വിട്ട് ബേത്ലഹേമിൽ വന്ന് അവർ അവിടെ ആയിരിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അത് മീഖാ പ്രവാചകനിലൂടെ ദൈവം അറിയിച്ചതാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ ദൈവം നമ്മെക്കൊണ്ട് വിശേഷമായ ചില കാര്യങ്ങൾ ചെയ്യിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തവയായിരിക്കാം. ബേത്ലഹേമിൽ ആയിരുന്നപ്പോൾ മറിയയുടെ ആദ്യജാതൻ ജനിച്ചു. യേശുക്കുഞ്ഞ് ജനിച്ചത് ഒരു പുൽത്തൊട്ടിലാണ് എന്ന് ബൈബിൾ പറയുന്നില്ലെങ്കിലും അവനെ കിടത്തുവാൻ സ്ഥലമില്ലായിരുന്നതുകൊണ്ട് ഒരു പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് നാം വായിക്കുന്നു. ഒരു നവജാത ശിശുവിനെ കിടത്തുവാൻ 1 അടി അല്ലെങ്കിൽ 1.5 അടി നീളം ധാരാളം മതി. എന്നാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതിനെയൊക്കെ സൃഷ്ടിക്കുകയും അവയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഒരു 1.5 അടി സ്ഥലം പോലും കൊടുക്കാൻ ആരും തയ്യാറായില്ല. പാട്ടുകാരൻ പാടിയത്, ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ഭവനവും ലഭിക്കയില്ലെന്നോ, ദൈവകരുണയും ധനമഹാത്മ്യം. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഈ ഭൂമിയിൽ ബേത്ലഹേമിൽ സംഭവിച്ചത്. എന്നാൽ യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം സ്വർഗത്തിൽ ഒരു വലിയ സംഭവമായിരുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എബ്രായർ 1:6. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. യേശു ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നടന്ന കാര്യമാണ് നമ്മുടെ വായിക്കുന്നത്. ദൈവം തൻ്റെ സകല ദൂതന്മാരോടും, ആരെയും അതിൽ നിന്ന് ഒഴിവാക്കിയില്ല, എല്ലാവരും അവനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അത് സംഭവിക്കുകയും ചെയ്തു. ചില ദൂതന്മാർ ആ കാര്യം അറിയിക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു ദൂതൻ എത്രയോ തേജസ്സും ശക്തിയുമുള്ളവനാണ് എന്ന് നമുക്കറിയാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ദൂതൻ 1,85,000 പട്ടാളക്കാരെ ഒറ്റ രാത്രിയിൽ കൊന്നതായി നാം വായിക്കുന്നു. ഇത്ര ശക്തിയുള്ള അനേക കോടി ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരെല്ലാവരും യേശുവിനെ വണങ്ങണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതാണ് സ്വർഗത്തിൽ നടന്നത്. എന്നാൽ ഭൂമിയിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് മാത്രമേ ആളുകൾക്ക് മനസ്സിലായുള്ളൂ. എന്നാൽ ദൂതന്മാർ ആ കാര്യം ചില ആളുകളെ അറിയിച്ചു. അതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ദൂതൻ ആ ദേശത്ത് ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുത്തെത്തി. അവർ ഒന്നും പ്രതീക്ഷിച്ച് കഴിഞ്ഞവരല്ല, സാധാരണക്കാരായ ആളുകളാണ്. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവരാണ്. അവരെ ആരും ബഹുമാനിക്കാറില്ല. രാത്രിയിൽ അവരുടെ അടുത്ത് ദൂതൻ വന്നു. ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി അവരോട് ഈ സദ്വർത്തമാനം, ഈ നല്ല വാർത്ത അറിയിക്കുകയാണ്. രാത്രിയിൽ ദൂതനെയും ദൂതൻ്റെ തേജസ്സും കണ്ട ഇടയന്മാർ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ദൂതൻ ആദ്യം അവരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. അതിനുശേഷം സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശുക്രിസ്തുവിൻ്റെ ജനനം മൂലം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന അനുഗ്രഹം, അത്
യൂണിവേഴ്സലാണ്, എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതാണ്. യേശു ഒരു രാജകൊട്ടാരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അവർക്ക് മാത്രമേ യേശുവിനെ അടുത്ത് ചെല്ലുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ യേശു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തൻ്റെ ജനന സമയത്ത് തനിക്കൊരു വീട് പോലും ഇല്ലായിരുന്നു, മറിച്ച് തന്നെ ഒരു പശുത്തൊട്ടിലാണ് കിടത്തിയത്. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരായ ഇടയന്മാർക്ക് പോലും യേശുവിനെ പോയി കാണുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ദൂതൻ ഈ വാർത്ത ഇടയന്മാരെ അറിയിച്ചത്. അവരോട് പറയുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് പോലും യേശുവിൻ്റെ ജനനം കൊണ്ട്, അവൻ്റെ ജീവിതം കൊണ്ടും അവൻ്റെ ശുശ്രൂഷ കൊണ്ടും പ്രയോജനമുണ്ടാകും. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഇത് രാത്രി സമയമാണ്. രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇടയന്മാർ വന്ന് വാതിലിൽ മുട്ടി, ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആരും സമ്മതിക്കില്ല. കാരണം ഇടയന്മാരാണ്. അവർക്ക് സമൂഹത്തിലൊരു ബഹുമാനമുള്ളവരല്ല. അവരെ ആരും ശ്രേഷ്ഠന്മാരായി കണക്കാക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ രാത്രിയിൽ വന്ന് ഒരു വീടിന് മുട്ടിയാൽ ആരും വാതിൽ തുറന്നു കൊടുക്കുകയോ അവരെ അകത്ത് പ്രവേശിപ്പിക്കുകയോ ചെയ്യില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു കുട്ടി വീടിനകത്തല്ല, പശുത്തൊട്ടിലിൽ, അതായത് വീടിന് പുറത്തുള്ള തൊഴുത്തിൽ പശുത്തൊട്ടിയിൽ, അവിടെ പോകുവാൻ ഇടയന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇടയന്മാരോട് ദൂതൻ പറഞ്ഞു, നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. യേശുക്രിസ്തുവിനെ കാണുവാൻ, അവനെ ആരാധിക്കുവാൻ ആർക്കും കഴിയും. സമൂഹത്തിൽ ഏത് നിലയിലുള്ള ആളുകൾക്കും കഴിയും. സമൂഹത്തിലെ ഏറ്റവും താണ അവസ്ഥയിലുള്ള ഇടയന്മാർക്കും സാധിക്കും. അവരോട് ദൂതൻ ഈ സന്ദേശം പറഞ്ഞതിന് ശേഷം ഒരു സ്വർഗീയ സൈന്യം ദൈവത്തെ സ്തുതിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ബേത്ലഹേമിൽ അനേക ധനികരുണ്ടായിരുന്നു, അനേക ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. യോസഫിൻ്റെയും മറിയയുടെയും കുടുംബക്കാർ അനേകരുണ്ടായിരുന്നു. ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ടവരുണ്ടായിരുന്നു. പുരോഹിതന്മാരും പരീശന്മാരും അനേക ആളുകളുണ്ടായിരുന്നു. എന്നാൽ ദൈവപ്രസാദം ലഭിച്ചത് ഈ ഇടയന്മാർക്കാണ്. എങ്ങനെയാണ് അവർക്ക് ദൈവപ്രസാദം ലഭിച്ചത്? ദൈവപുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു എന്ന കാര്യം അവർക്കറിയാനിടയായി. അതവർ വിശ്വസിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൂതന്മാർ അവരെ വിട്ടു പോയ ഉടനെ അവർ ബേത്ലഹേമിൽ ചെന്ന് ശിശുവിനെ കാണുവാൻ തയ്യാറായി. പല ആളുകളും അനേക കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. വലിയ സത്യങ്ങളൊക്കെ അവർക്കറിയാം. യേശുക്രിസ്തു ആരാണെന്നും തൻ്റെ ദൈവത്വത്തെക്കുറിച്ചും മനുഷ്യാവതാരത്തെക്കുറിച്ചും ഒക്കെ അവർക്കറിയാം. എന്നാൽ ഈ ശിശു ദൈവപുത്രനാണെന്നും ആ നിലയിൽ അവനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യണമെന്നും മനസ്സിലാക്കിയതിന് ശേഷവും അത് ചെയ്യാത്തവരുണ്ട്. എന്നാൽ ഈ പാവപ്പെട്ട ഇടയന്മാർ, അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഈ ശിശുവിനെയും കണ്ടു എന്ന് വായിക്കുന്നു. അതിൻ്റെ കാരണം അവർ ആ രാത്രിയിൽ കേട്ട സന്ദേശം സത്യമാണെന്നും ആ സന്ദേശം ഞങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നും അവർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവർ ആ ശിശുവിനെ ആ രാത്രിയിൽ തന്നെ പോയി കണ്ടത്. മറിയയെയും യോസഫിനെയും ശിശുവിനെയും അവർ കണ്ടു. ദൂതൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ അവരോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇത് അത്ര എളുപ്പം മറന്നു പോകാൻ പറ്റിയ ഒരു കാര്യമായിരുന്നില്ല. അത്ഭുതകരമായ ഒന്നാണ് അവിടെ സംഭവിച്ചത്. യേശുവിനെ വന്ന് കണ്ടതിന് ശേഷം ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തി മടങ്ങിപ്പോയതായി നാം വായിക്കുന്നു. യേശുവിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ച ഈ ഇടയന്മാർ അവർക്ക് ലഭിച്ച അറിവിനനുസരിച്ച് പ്രവർത്തിച്ചു. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം അറിയാം എന്നുള്ളതല്ല,
നിങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നതാണ്. ദൂതന്മാർ ഈ ഇടയന്മാരോട് ഒരു ശിശുവിനെക്കുറിച്ച് പറഞ്ഞു. അത് വിശ്വസിച്ച ഇടയന്മാർ യേശുവിനെ പോയി കാണുവാനും അവനെ ആരാധിക്കാനും തയ്യാറായി. അതുകൊണ്ടാണ് അവർ അനുഗ്രഹീതരായി തീർന്നത്. പ്രിയ സുഹൃത്തേ, യേശുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം അറിയാമെങ്കിലും തന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതാണ് പ്രധാനം.